നമസ്കാരം. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതിയുടെ ചുരുക്കപ്പേരാണ് PM-ശ്രീ പദ്ധതി. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത്. 14,500-ലധികം സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ഈ സംരംഭം വഴി ലക്ഷ്യമിടുന്നത്. ഇതിനായി കേന്ദ്ര സർക്കാർ കോടാനുകോടികൾ മുടക്കുകയും ചെയ്യുന്നു. വിഷയത്തിൽ തുടക്കത്തിൽ ഉയർന്ന എതിർപ്പുകളെല്ലാം മാറ്റിവെച്ച് 1,500 കോടി രൂപ നേടിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. CPI ഉയർത്തിയ എതിർപ്പുകളെല്ലാം മറികടന്ന് വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പദ്ധതിയിൽ ഒപ്പിട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെയും ആശീർവാദങ്ങളോടെയാണ് പദ്ധതിയിൽ ഒപ്പിട്ടത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഫണ്ട് നേടുക എന്ന ഉദ്ദേശത്തിലാണ് പദ്ധതിക്ക് സർക്കാർ കൈകൊടുത്തിരിക്കുന്നത്. ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത സ്കൂൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് പ്രദർശിപ്പിക്കുന്നതാണ് പദ്ധതി. വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ആരോപിച്ച് ഇടതുപക്ഷം രാഷ്ട്രീയമായും നയപരമായും പദ്ധതിയെ എതിർത്ത് വരികയായിരുന്നു. 2023-2027 വർഷത്തേക്ക് വിഭാവനം ചെയ്ത പദ്ധതിയാണിത്. ഓരോ ബ്ലോക്കിലും 2 സ്കൂൾ PM-ശ്രീയായി വികസിപ്പിക്കും. RSS അജണ്ടയും മറ്റും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ 3 വർഷമായി കേരളം പദ്ധതി നടപ്പിലാക്കിയിരുന്നില്ല. ഒരു സ്കൂളിന് ശരാശരി 1.13 കോടി രൂപയാണ് ചെലവഴിക്കുക. കേന്ദ്ര സംസ്ഥാന വിഹിതം 60:40 എന്ന അനുപാതത്തിലാകും ചെലവ് വഹിക്കുക. അതിനാൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂൾ കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമോ എന്നതായിരുന്നു CPIയുടെ ചോദ്യം. പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മുമ്പ് മന്ത്രിസഭയിലെത്തിയപ്പോൾ CPI എതിർത്തതിനാൽ മുന്നോട്ട് പോയില്ല. തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നെങ്കിലും സമയം പാഴാക്കലാണെന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാദം. എന്നാൽ അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി PM-ശ്രീ നടപ്പാക്കാനുള്ള നടപടികളെടുക്കാൻ മന്ത്രി V. ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി. കേന്ദ്രം പണം തരാതിരിക്കാൻ നോക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഫണ്ട് പാഴാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പദ്ധതി നടപ്പാക്കാനുള്ള ന്യായമായി V. ശിവൻകുട്ടി പറഞ്ഞത്. PM-ശ്രീ ഒരു CPM-CPI തർക്കമല്ലെന്നും ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ആശയപരമായ വിട്ടുവീഴ്ച പാടില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇങ്ങനെയൊരു പദ്ധതിയിൽ പങ്കാളിയാവുന്നത് ഇടത് സർക്കാരിന് ഭൂഷണമല്ല. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രത്തെ തുറന്നുകാട്ടി സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരും. ബംഗാളിൽ വികസന പദ്ധതികൾക്കായി രക്തം ശേഖരിച്ച പാർട്ടിയാണ് CPM എന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. RSS തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ നിലപാടും നയവും ഇടത് സർക്കാർ ബലി കഴിക്കരുതെന്ന് CPI മുഖപത്രത്തിൽ ലേഖനവും വന്നു. CPI നിലപാട് ഘടിപ്പിച്ചതോടെ PM-ശ്രീ സ്കൂൾ നടപ്പാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ അറിയിച്ചു. CPIയുടെ എതിർപ്പ് അവഗണിക്കാനാവില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പറയുകയുണ്ടായി. മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകുകയെന്നായിരുന്നു ബേബിയുടെ വാദം. എന്നാൽ ഇതെല്ലാം മറികടന്നാണ് ഇപ്പോൾ PM-ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നത്. പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പിലാക്കേണ്ടി വരും. ഇതിലാണ് കേരളം തുടക്കം മുതൽ എതിർപ്പുയർത്തിയത്. ഇതിനൊപ്പം PM-ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം. ഇതിൽ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പുണ്ടായിരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം RSS അജണ്ടയാണെന്നാണ് മുമ്പ് CPM-ഉം CPI-യും ഒക്കെ നിലപാടെടുത്തിരുന്നത്. ഈ സ്കൂളുകളിൽ സംസ്ഥാന സിലബസിന് പകരം SCERT-യുടെ സിലബസ് അനുസരിച്ചാകും പഠനം നടത്തേണ്ടത്. RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകും തുടങ്ങിയവയാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. ഇതിനു പുറമെ സ്കൂളിൻ്റെ ഘടനയിൽ മാറ്റമുണ്ടാകും. കേന്ദ്ര നയം അനുസരിച്ച് പ്രീ സ്കൂൾ മുതൽ 2ാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടം, 3 മുതൽ 5ാം ക്ലാസ് വരെ 2ാം ഘട്ടം, 6 മുതൽ 8 വരെ 3ാം ഘട്ടം, 9 മുതൽ 12ാം ക്ലാസ് വരെ 4ാം ഘട്ടം എന്ന രീതിയിലാണ് കേന്ദ്ര നയത്തിൽ പറയുന്നത്. ഇത് കേരളം അംഗീകരിച്ച വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് പോകുന്നതല്ല. PM-ശ്രീയിൽ കേരളത്തിൻ്റെ മനം മാറിയെങ്കിലും തമിഴ്നാട് നിയമ പോരാട്ടത്തിലാണ്. സമഗ്ര ശിക്ഷയ്ക്കുള്ള വിഹിതം കേന്ദ്രം തടഞ്ഞപ്പോൾ കോടതിയെ സമീപിച്ച തമിഴ്നാട് ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു. സമഗ്ര ശിക്ഷയ്ക്ക് 2,252 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കിട്ടാത്തതിനാൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള 25% വിദ്യാർത്ഥി പ്രവേശനം തമിഴ്നാട് നിർത്തിവെച്ചിരുന്നു. പ്രശ്നം മദ്രാസ് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും എത്തി. തുടർന്ന് 2 അധ്യയന വർഷങ്ങളിലായി RTE ഘടകത്തിൽ സമഗ്ര ശിക്ഷയ്ക്ക് തടഞ്ഞുവെച്ച 700 കോടിയിലേറെ രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. അതേസമയം LDF-ലെ എതിർപ്പുകൾ മറികടന്ന് PM-ശ്രീ സ്കൂൾ പദ്ധതിയിൽ ഒപ്പുവെച്ചത് വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. RSS അജണ്ടയാണെന്ന് ചൂണ്ടിക്കാട്ടി CPI പദ്ധതിയെ എതിർത്തിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും CPI മന്ത്രിമാർ ഇതിനെ എതിർത്തു. ഇതിനിടയിലാണ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത്. CPIയുടെ എതിർപ്പ് അവഗണിക്കില്ലെന്നും വിഷയം LDF ചർച്ച ചെയ്യുമെന്നുമായിരുന്നു MA ബേബിയുടെ നിലപാട്. എന്നാൽ മന്ത്രിസഭയും LDF-നെയും മറികടന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM-ശ്രീ സ്കൂൾ കേരളം നടപ്പാക്കാൻ പോകുന്നത്. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ PM-ശ്രീ നടപ്പാക്കിയല്ലാതെ നിവൃത്തിയില്ലെന്നാണ് CPM-ഉം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും വ്യക്തമാക്കുന്നത്.